അവരല്ലയോ തീരുമാനമെടുക്കേണ്ടത്? ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടായിരിക്കുക. മറ്റു കക്ഷികളുടെ കൂടെ അഭിപ്രായം ആരാഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നത് മന്ത്രിസഭാ യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് എന്താ വിഷയം എന്നറിയണമല്ലോ. ചേട്ടാ, ഇത്രയ്ക്ക് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും മേല എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വിഷയം നമുക്ക് തീരുമാനിക്കണം, അനുകൂലമായിട്ട് തീരുമാനിക്കണം, പക്ഷെ ചെയ്യാനുള്ള ധൈര്യവുമില്ല. അപ്പൊ ആ വിഷയം എന്താണെന്ന് അറിയണമല്ലോ. സിമ്പിളാ, കൊച്ചു കാര്യമാണ്. നമ്മുടെ MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം പ്രതിഫലം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഫയലാ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കുന്നത്. ഈ ഫയൽ അടുത്ത കാലത്തൊന്നും വന്നൊന്നുമല്ല. കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു പരാതിയുണ്ട്. MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം പോരാ. ചേട്ടാ, അവര് നമ്മളെ ഏതൊക്കെ രീതിയിൽ സേവിക്കുന്ന ആളുകളാ. ഒന്നാലോചിക്കുക, നമ്മുടെ MLA-യുടെ ഒരു കാര്യം തന്നെ നമുക്ക് വെള്ളം മുടങ്ങിയാൽ അവരെ വേണം, വൈദ്യുതിക്ക് എന്തെങ്കിലും തകരാറ് വന്നാൽ അവരെ വേണം. നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മുടെ MLA ഉണ്ടല്ലോ. കല്യാണത്തിന് വരും, അതുപോലെ തന്നെ മരിച്ച ചാവടി യുദ്ധത്തിന് വരും, സഞ്ചയനത്തിന് വരും, മാമോദിസയ്ക്ക് വിളിച്ചാൽ വരും, ഇഫ്താർ പാർട്ടിക്ക് ക്ഷണിച്ചാൽ അവിടെയും ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ കൂടെ നമ്മുടെ സമസ്ത വിഷയങ്ങളിലും എല്ലാ വികസന കാര്യങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു ആളാണ് നമ്മുടെ ജനപ്രതിനിധി എന്ന് പറയുന്നത്.